ഹായ് ഓൾ, ഈ പഠിപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC ഡെയിലി ക്യാപ്സൂളിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ ശബ്ദം എന്ന ഏരിയയിലെ മുൻവർഷ ചോദ്യങ്ങൾ. ഏത് പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ വായുവിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഡെസിബൽ ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ്. അതുപോലെ 20,000 ഹെർട്സിനും കൂടിയ ആവർത്തിയിലുള്ള ശബ്ദത്തെ നമുക്ക് അൾട്രാസോണിക് എന്ന് നമുക്ക് വിളിക്കാം. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി ഏതെന്ന് ചോദിച്ചാൽ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള ശബ്ദമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 20,000 ഹെർട്സിന്റെ മുകളിലുള്ളതിന് അൾട്രാസോണിക് എന്നാണ് വിളിച്ചത്. അതിന്റെ താഴെയുള്ളതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദം. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെ നമുക്ക് ഉച്ചത എന്ന് വിളിക്കാം. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവിനെ ഉച്ചത എന്ന് വിളിക്കാം. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് ഡെസിബൽ മീറ്റർ ആണ്. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ആദ്യം വായു, പിന്നെ ജലം, പിന്നീട് ഇരുമ്പ്. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിൽ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം 17 മീറ്ററിൽ കൂടുതലാണ്. ഇടിമിന്നൽ ഉണ്ടാവുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലം എന്ന് ചോദിച്ചാൽ അനുനാദമാണ്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക്. മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക്. ജലത്തിനടിയിൽ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോഫോൺ. അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് വവ്വാൽ. അതും ഒന്നിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ശബ്ദം മലിനീകരണം അളക്കുന്നത് ഏത് യൂണിറ്റിലാണെന്ന് ചോദിച്ചാൽ അത് ഡെസിബൽ. മനുഷ്യർക്ക് സഹനീയമായ ഉയർന്ന ശബ്ദപരിധി 125 ഡെസിബൽ PYQ. പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്നത് വവ്വാൽ. സമുദ്രത്തിന്റെ അഗാധത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം എക്കോ സൗണ്ടർ ആണ്. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് സോണാർ. സോണാറുമായി ബന്ധപ്പെട്ട് മറ്റു പല രീതിയിലും ചോദ്യം വന്നിട്ടുണ്ട്. ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുമ്പായി ഉണ്ടാവുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണെന്ന് ചോദിച്ചാൽ ഇൻഫ്രാസോണിക് ശബ്ദമാണ്. ഡോപ്ലർ ഇഫക്റ്റ് ആദ്യമായി വിശദീകരിച്ച വ്യക്തിയാണ് ക്രിസ്റ്റ്യൻ ഡോപ്ലർ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയാത്തതാണെന്നുകൂടി മനസ്സിലാക്കണം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാവുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം സോണിക് ബൂം എന്ന് പറയുന്ന പ്രതിഭാസം. നായ്ക്കളുടെ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ എന്ന് പറയുന്നത്. ഗാൾട്ടൺ വിസിലിന്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയില്ല. സോണാറിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന തരംഗങ്ങൾ അൾട്രാസോണിക് ആണ്. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോണും. വിമാനങ്ങളുടെയും അതുപോലെ മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മാക് നമ്പറാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തിയാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് ആവൃത്തിയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ പഠിപ്പുര നമുക്കൊരു ടെലഗ്രാം ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ മറ്റൊരു സെഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.